ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ച് കാണും ഇതൊരു അരിയുണ്ടയുടെ റെസിപ്പിയാണ്. അല്ല, അരിയുണ്ടയുടെ ചേട്ടൻ അനിയനൊക്കെ ആയിട്ട് വരും ഈ ഒരു ഉണ്ട. എന്നാലും അരിയുണ്ടയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. ഇതൊരു എനർജി ലഡു. ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡേ എനർജി കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഫ്രൈ പാൻ അല്ലെങ്കിൽ ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് കപ്പലണ്ടി വറുത്തെടുക്കണം. 1.5 കപ്പ് കപ്പലണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വറുത്തെടുക്കുന്നത്. ഈ ഞാൻ പറയുന്ന അളവുകൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 1.5 കപ്പ് കപ്പലണ്ടി ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്തെടുത്തിട്ടുള്ള കപ്പലണ്ടി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വറുത്തെടുക്കേണ്ടത് അവലാണ്. ഒരു 3/4 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് കപ്പലണ്ടിയാണ് നമ്മളെടുത്തത്. അതേ കപ്പിൽ തന്നെ 3/4 കപ്പ് അവലെടുത്തിട്ട് നല്ല ക്രിസ്പി ആവുന്ന തരത്തിൽ നമ്മൾ വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അവൽ നമ്മൾ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ അവലും ഞാൻ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതും വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അടുത്തതായിട്ട് ആ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് പൊരികടല ഉണ്ടല്ലോ, അതും നമ്മളിതുപോലെ ഒന്ന് വറുത്തെടുക്കുക. പൊരികടല ഓൾറെഡി വറുത്തതാണ്, അപ്പോൾ അധികമൊന്നും നമ്മൾ മൊരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ നമ്മുടെ പൊരികടലയും നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതും വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ അവലിട്ട് വെച്ചില്ലേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുപോലെ ഇട്ട് വെക്കാം. അടുത്തതായിട്ട് നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് എള്ളാണ്. 3/4 കപ്പ് എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറുത്ത എള്ള് വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു വെളുത്തെള്ളും നന്നായിട്ട് ഇങ്ങനെ പൊട്ടി നമ്മളിങ്ങനെ കടുക് പൊട്ടിക്കൂലേ അതുപോലെ ഇങ്ങനെ പൊട്ടി വരും ചൂടായി വരുമ്പോൾ. അപ്പോൾ വെളുത്തെള്ളും അതുപോലെ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ എള്ളൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. അതും നമ്മൾ നേരത്തെ അവലും പൊരികടല ഇട്ട് വെച്ച പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ കപ്പലണ്ടി വറുത്ത് വെച്ചത് ചൂടാറിയിട്ടുണ്ടാവും. ഇപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കുക. മുഴുവനായിട്ട് കളയേണ്ട ആവശ്യമില്ല, കുറച്ച് തൊലിയൊക്കെ അതും ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഈ കപ്പലണ്ടി വറുത്തതും നമ്മൾ നേരത്തെ അവലും പൊരികടലയും എള്ളും ഇട്ട് വെച്ച പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ കപ്പലണ്ടി വറുത്തെടുത്തിട്ടുണ്ട്, എള്ള് വറുത്തെടുത്തിട്ടുണ്ട്, പൊരികടല വറുത്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അവലും നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വറുത്തെടുക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് നിറയെ ചിരകിയ നാളികേരം കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാതും കൂടി കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാട്ടാ. നിങ്ങളിങ്ങനെ മിക്സാക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു ഇത്തിരി എടുത്ത് കഴിച്ച് നോക്കിയാൽ ഒരു സൂപ്പർ സ്നാക്കായിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ ഞാൻ ഇത് എല്ലാം കൈവച്ചൊന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നല്ല ജീരകം വറുത്ത് പൊടിച്ചതും വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സാക്കി വെച്ചതെല്ലാം കൂടി ഇനി നമ്മുടെ ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ തരിതരിപ്പായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു ഉണ്ട ഉണ്ടാക്കുന്ന സമയത്ത്. അതായത് നമ്മൾ തരിതരിപ്പായ രീതിയിൽ നമുക്ക് 2 ട്രിപ്പായിട്ടോ 3 ട്രിപ്പായിട്ടോ അങ്ങനെ നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് ഫുള്ളായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ട ഇതുപോലെ തരിതരിപ്പായ രീതിയിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് രണ്ടാമത്തെ ട്രിപ്പും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തു. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ശർക്കര പാനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ശർക്കര ഞാൻ ചീകിയത് ഇട്ട് കൊടുത്തു. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ശർക്കരയൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്ന് വരണം. നന്നായിട്ട് ശർക്കരയൊക്കെ അലിഞ്ഞ് ചേർന്ന് വന്നാൽ നമ്മൾ തീ ഓഫാക്കുക. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ കൂടെ നമ്മൾ അതിനൊന്ന് നന്നായിട്ട് അരിച്ചിട്ട് എടുക്കണം. കാരണം നമ്മുടെ ശർക്കരയിൽ അഴുക്കുണ്ടാവും. ആ അഴുക്ക് ഒക്കെ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ കണ്ട അഴുക്കൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇപ്പോൾ അരിച്ച് നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഈ അരിച്ചെടുത്ത ശർക്കരപ്പാനി നമ്മൾ വീണ്ടും ആ പാനിലേക്ക് അല്ലെങ്കിൽ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
എന്നിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് കുറുക്കിയിട്ട് ഒരു നൂൽ പാവ് ആവുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കണം. ഈ ഉണ്ടയിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ശർക്കരപ്പാനി ഒരു നൂൽ പാവ് ആവണം, എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിലേക്ക് ഉണ്ട പിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ അതേ ഒരു വിധമൊക്കെ കുറുകി ഞാൻ ദേ അങ്ങനെ അതെ ഒരു വിധം ഒരു നൂൽ പാവ് ആയ രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തീ ഓഫാക്കാം. എന്നിട്ട് ഒന്ന് തണുക്കണം, നല്ല ചൂട് പാടില്ല. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കപ്പലണ്ടിയുടെയും എള്ളിൻ്റെയൊക്കെ ഒരു മിക്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശർക്കരപ്പാവ് ഒഴിച്ച് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ശർക്കരപ്പാവ് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കുക. കാരണം ചൂടുണ്ടാവും അതിന്, അപ്പോൾ നമുക്ക് കൈ വെച്ച് മിക്സാക്കാൻ പറ്റില്ല. അപ്പോൾ സ്പൂൺ വെച്ചൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ എല്ലാം നന്നായി മിക്സാവുന്ന തരത്തിലൊന്ന് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കുഴച്ച് മിക്സാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് കുഴച്ച് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് പിടിച്ചെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കണമെങ്കിൽ നെയ്യ് ചേർക്കാം. കാരണം അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചേർത്തിട്ടുള്ള കപ്പലണ്ടിയിലും എള്ളിലെല്ലാം ഓൾറെഡി അതിൻ്റെ ഒരു ഫാറ്റിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എണ്ണ പുറത്തേക്ക് വരും നമ്മൾ ഉണ്ട പിടിക്കുന്ന സമയത്ത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ശർക്കരപ്പാനി ഒരു നൂൽ പാവ് ആവുകയുമാണ്. ഇത് രണ്ടും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ആകെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാതും ഷേപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണത്. അവർക്ക് ഒറ്റയ്ക്ക് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ മടിയായിരിക്കും. പക്ഷേ ഇതുപോലെ ഒരു ലഡു ആയിട്ട് അല്ലെങ്കിൽ ഒരു ഉണ്ട പിടിച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും കഴിച്ചോളും. അപ്പോൾ നമുക്ക് വേറൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.